ഏറെ വെറുപ്പോടെയും ഭയത്തോടെയും അവളെ ഏറ്റുവാങ്ങി. നാണത്താൽ വിവശയാകേണ്ടവൾ ഭയത്താൽ കണ്ണുകൾ ഇറുകെ പൂട്ടി. കാശി അവളെ തന്നെ നോക്കി നിന്നു. ശേഷം അവൾ അടുത്തേക്ക് നീങ്ങി അവൾ ഇരുകൈ കൊണ്ട് ഇറുക്കി പിടിച്ചു. അവന്റെ കയ്യിൽ കിടന്നവൾ മാൻപേടയെ പോലെ പിടഞ്ഞു. അവന്റെ വന്യമായ കണ്ണുകൾ അവന്റെ കയ്യിൽ കിടന്ന് പിടക്കുന്നവളിൽ തങ്ങി നിന്നു. അവ തിളങ്ങി. വേദന കൊണ്ട് അവൾ പുളഞ്ഞു. കണ്ണുകളിൽ നിറഞ്ഞൊഴുകി. വാ, പാൽ കുടിക്കാം. വേണ്ടെന്ന രീതിയിൽ അവൾ തലയാട്ടി. കാശി ഒന്ന് ശങ്കിച്ച് അവളെ നോക്കി. വേണ്ടെങ്കിൽ വേണ്ട പറഞ്ഞുകൊണ്ട് കാശി അവളെയും കൊണ്ട് ബെഡിനടുത്തേക്ക് നടന്നു. പേടിച്ച് അവളും നടന്നു അവന്റെ പിന്നാലെ. പെട്ടെന്ന് കാശി അവളെ പിടിച്ച് ബെഡിലേക്ക് തള്ളി. ഞെട്ടിക്കൊണ്ട് ജാനു എഴുന്നേൽക്കാൻ ഒരു പാഴ്ശ്രമം നടത്തി. അതിനു മുന്നേ കാശി അവളുടെ മുകളിലേക്കായി കയറി കിടന്നു. അവൻ അവളുടെ ശരീരത്തിലേക്ക് ഒന്നുകൂടെ അമർന്നു. ജാനു ഞെട്ടി കാശിയെ നോക്കി. എഴുന്നേൽക്കാൻ കഴിയാതെ അവൾ കിടക്കൽ കിടന്ന് പിടഞ്ഞു. കാശി വശ്യമായൊരു നോട്ടമെറിഞ്ഞുകൊണ്ട് അവളെ തന്നെ നോക്കി കിടന്നു. അവന്റെ കണ്ണുകളിൽ മയക്കം തട്ടി. അവ താനെ കൂമ്പി അടഞ്ഞു വന്നു. അവൾ ആ കണ്ണിലേക്ക് തന്നെ നോക്കി. അവൻ വാശിയോടെ കണ്ണുകൾ വലിച്ച് തുറന്നു. ബെഡിന്റെ സൈഡിലായി കിടക്കുന്ന കുപ്പി അവൻ കയ്യെത്തിച്ചെടുത്തു. അവൻ അവളിൽ നിന്ന് അകന്നു. ജാനു ആഞ്ഞ് ശ്വാസം വലിച്ചു. കാശി ആ മദ്യക്കുപ്പി എടുത്ത് അവിടെ ചുണ്ടോടടുപ്പിച്ചു. വായിലേക്ക് മദ്യമെത്തിയതും ജാനു അത് തുപ്പിക്കളഞ്ഞു. കാശി ദേഷ്യപ്പെട്ട് അവളെ നോക്കി. കവിളിലായി കിട്ടിയ അടികൊണ്ടായിരുന്നു കാശിയുടെ പ്രതികരണം. ജാനു വേദന കൊണ്ട് പുളഞ്ഞു. തലകറങ്ങുന്ന പോലെ തോന്നി അവൾക്ക്. കാശി ആ മദ്യക്കുപ്പി വലിച്ചെറിഞ്ഞു. വലിയൊരു ശബ്ദത്തോടു കൂടി അത് മുറിയുടെ മൂലയിലായി വീണ് ചിന്നിച്ചിതറി. കാശി രണ്ടു കൈകളും ചെവിയിൽ പൊത്തിപ്പിടിച്ച് ഭ്രാന്തമായി അലറി. ആ നിലവിളി ആ മുറിയുടെ 4 ചുമരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ജാനു ഞെട്ടിക്കട്ടിലിന്റെ ഓരത്തേക്ക് ചുരുണ്ടുകൂടി. കാശി ജാനുവിന്റെ കാലിൽ കയറി പിടിച്ച് വലിച്ചു. അവൾ നിരങ്ങിക്കൊണ്ട് കാശിയുടെ അരികിലെത്തി. കാശി അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു. കഴുത്തിടുക്കിൽ മുഖം ചേർത്തു. അവന്റെ ചുടുനിശ്വാസം കഴുത്തിലടിച്ചതും ജാനു പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി. എന്നാൽ കാശി മുഖമുയർത്താതെ തന്നെ അവളെ മുറുകെ പിടിച്ച് കഴുത്തിലായി അവന്റെ പല്ലുകൾ കൊണ്ടൊരു കടി കൊടുത്തു. ജാനു വേദന കൊണ്ട് അലറി വിളിച്ചു. എന്നാൽ ശബ്ദ അകത്തളങ്ങളിൽ മാത്രമായി തങ്ങി. ജാനുവിന്റെ അലറൽ കേട്ട് കാശി തലയുയർത്തി അവളെ നോക്കി. ജാനു ഉമിനീരിറക്കി കാശിയെ നോക്കി. അവന്റെ കണ്ണുകൾ അവളിലെ മുഖത്തായിരുന്നു. മേൽചുണ്ടിൽ പറ്റിക്കിടക്കുന്ന വിയർപ്പിലായി അത് തങ്ങി നിന്നു. കാശി ആവേശത്തോടെ അവളിലേക്കടുത്ത് അവളുടെ ചോരച്ചുണ്ടുകളെ കവർന്നു. അവ അതിർവരമ്പുകൾ ഭേദിച്ച് ചലിച്ചു. കാശി അവളിലെ പിടിയയച്ചു. അവന്റെ കൈകൾ അവളുടെ ശരീരത്തിലാകമാനം ചലിച്ചു. ശ്വാസം കിട്ടാതെ ജാനു കൈകൾ ബെഡിലിട്ടടിച്ചു. കാശി അവളുടെ കൈകളെ തന്റെ വലത്തെ കൈകളാൽ ബന്ധിച്ച് തന്റെ ഇടത്തെ കൈകൾ കൊണ്ട് അവളുടെ ശരീരത്തിലൂടെ ചലിപ്പിച്ചു. ചുണ്ടുപൊട്ടി ചോര വന്നു. ഇരുവർക്കും ശ്വാസം വിലങ്ങി. കാശിമേലെ അവളിലെ പിടിയയച്ചു. ചുണ്ടുകൾ തമ്മിൽ വേർപെട്ടു. ജാനു ശ്വാസം വലിച്ചുകൊണ്ടൊന്ന് ചുമച്ചു. വാടിയ ചേമിൻ തണ്ട് കണക്കെ അവൾ കുഴഞ്ഞു. കണ്ണുകൾ മലക്കം മറിഞ്ഞിട്ടും കാശി വാശിയോടെ തുറന്നു. അവളെ ബെഡിലേക്ക് തള്ളിയിട്ട് അവളിലെ വസ്ത്രങ്ങൾ ഓരോന്നായി പറിച്ചെടുത്തു. ശരീരത്തിലെ വസ്ത്രങ്ങൾ നഷ്ടപ്പെടുമ്പോഴും അവൾ നിർവികാരയായി കിടന്നു. കണ്ണുനീർ പൊഴിച്ചു. അവളുടെ ശരീരത്തിൽ അവന്റെ പല്ലിന്റെ പാടുകൾ തെളിഞ്ഞു വന്നു. അവളുടെ വേദനകളും നിലവിളികളും കാര്യമാക്കാതെ അവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി. അവളെ നോവിച്ചും കരയിച്ചും അവൻ ആനന്ദം കണ്ടെത്തി. ക്രൂരനായ ഒരു വേട്ടമൃഗം കണക്കെ കാശി മാറി. തന്റെ ഇരയെ അവൻ ഒരു ദയാദാക്ഷിണ്യം കൂടാതെ മൃഗീയമായി പീഡിപ്പിച്ചു. വേദനിപ്പിച്ച് കരയുന്നവളെ വീണ്ടും വീണ്ടും അവൻ വേദനിപ്പിച്ചു. അവളുടെ നിലവിളികളെ ഏങ്ങലടികളായി ആ മുറിയുടെ 4 ചുമരുകൾക്കുള്ളിൽ തട്ടിത്തെറിച്ചു. 2 കവിളിലും അവന്റെ 5 വിരലിന്റെ പാടുകൾ തെളിഞ്ഞു കണ്ടു. കഴുത്തിടുക്കിൽ അവന്റെ പല്ലുകൾ ആഴമളന്നു. അവനിലേക്ക് കാമാഗ്നി കെട്ടടങ്ങുന്നവരെ അവൻ അവളെ ക്രൂരമായി മൃഗീയമായി ഭോഗിച്ചു. കാമവരി പൂണ്ട ചെന്നായെ പോലെ അവൻ അവളിൽ അമ്മാനമാടി. അവളിലെ സ്ത്രീയെ നോവിച്ച് രസിച്ചു. രാത്രിയുടെ ഏതോ യാമത്തിൽ അവളിലെ പെണ്ണിനെ പൂർണ്ണമായി അറിഞ്ഞ നിമിഷം അവൻ അവളിൽ നിന്ന് അകന്നു മാറി കിടന്നു. AC-യുടെ തണുപ്പിലും ഇരുവരും നന്നേ വിയർത്തിരുന്നു. കാശി അകന്നു മാറി കമിഴ്ന്ന് കിടന്നു. ഒന്നനങ്ങാൻ പോലും ആവാതെ. തൊണ്ടക്കുഴിയിൽ തികട്ടി വന്ന കരച്ചിൽ പുറത്തെടുക്കാനാവാതെ നിശബ്ദം കണ്ണുനീർ വാർത്തവൾ തേങ്ങിക്കരഞ്ഞു. കാലിനടിയിലൂടെ കൊഴുത്ത കട്ടരക്തം ഒലിച്ചിറങ്ങി. അത് വെളുത്ത ബെഡ്ഷീറ്റിലാകെ പരന്നു. രാവിലെ സൂര്യപ്രകാശം കണ്ണിലേക്ക് അടിച്ചപ്പോഴാണ് കാശി കണ്ണുകൾ തുറന്ന് തലയാകെ വെട്ടിപ്പുളരുന്ന പോലെ തോന്നിയവന്. തലയിൽ കൈകൊടുത്ത് കാശി ബെഡിൽ നിന്ന് കാലെടുത്ത് നിലത്തേക്ക് കുത്തി. അഴിഞ്ഞ മുണ്ട് മുറുക്കി കൊടുത്ത് അവൻ എഴുന്നേറ്റു. പെട്ടെന്നായിരുന്നു ഫോൺ അടിച്ചത്. ശബ്ദം കേട്ടിടത്തേക്ക് അവൻ നോക്കി. ഫോണിൽ പുഞ്ചിരിക്കുന്ന ലച്ചുവിന്റെ മുഖം കണ്ടതും കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് അടുപ്പിച്ചു. കാതിൽ ഭീതിയോടെയുള്ള അവളുടെ ശബ്ദം തുളച്ചു കയറി. കാശി, കാശി, എത്ര നേരടി ഞാൻ നിന്നെ വിളിക്കുന്നു, എന്താ എടുക്കാത്ത? സമയം എത്രയായിന്നാ? അവളുടെ തുടരെയുള്ള ചോദ്യം കേട്ടവൻ നെറ്റി വിളിച്ചു. ഈ വിളി പതിവാണ്.
അവൻ ക്ലോക്കിലേക്ക് നോക്കി. സമയം 9:30. താൻ ഇത്രയും നേരം മയങ്ങിയോ? കാശിക്ക് അത് വിശ്വസിക്കാനായില്ല. കാശി, എടാ, എവിടെ അവള്? എവിടെ ജാനു? അവളോ? ഏതവള്? അതാണ് കാശി അപ്പോൾ അവളോട് പറഞ്ഞത്. പിന്നെ പെട്ടെന്ന് എന്തോർത്ത പോലെ ബെഡിലേക്ക് നോക്കി. അവിടെ വിവസ്ത്രയായി ഒരു ബോധവുമില്ലാതെ കിടക്കുന്നവളെ കണ്ടപ്പോൾ കാശി ഞെട്ടി. കയ്യിൽ നിന്നും ഫോൺ താഴെ വീണു. അബദ്ധം ഇണഞ്ഞവനെ പോലെ തലക്ക് കൈ കൊടുത്ത് നിന്നു. പെട്ടെന്നായിരുന്നു വാതിലിന് മുട്ടുകേട്ടത്. കാശി, ഓനെ വാതിൽ ഉറക്കടാ, നേരെ എത്രയായിന്നാ? എന്തു പറയണം, എന്ത് ചെയ്യണമെന്നറിയാതെ കാശി ഉഴറി. കാശി, കാശി! വീണ്ടും അമ്മയുടെ ശബ്ദം. അവസാനം ധൈര്യം സംഭരിച്ച് അവൻ വാതിൽ പകുതി തുറന്നു. എന്താ അമ്മേ? നേരെ എത്രയായിന്നാ? മോളെവിടെ? അവൾ എഴുന്നേറ്റില്ലേ? ഇല്ല, അവൾക്ക് തീരെ വയ്യ. വായിൽ വന്ന കള്ളവൻ തട്ടിവിട്ടു. അയ്യോ, എന്തുപറ്റി? വാതിൽ ഉറക്കടാ, ഞാൻ നോക്കട്ടെ. പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും കാശി തന്ത്രപൂർവ്വം അത് വിലക്കി. വേണ്ടമ്മേ, അവള് മയക്കത്തില്ല. വയറുവേദനയുടെയാ. കുറച്ച് കിടക്കണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇപ്പൊ മയങ്ങി, ഇനി ഉണർത്തണ്ട. ഉണരുമ്പോ ഞാൻ താഴേക്ക് കൊണ്ടുവരാം. അമ്മ പോയിക്കോളൂ. കാശിയുടെ മറുപടിയിൽ അവർ സംതൃപ്തിയായി. അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവർ താഴേക്ക് പോയി. കാശി ആശ്വാസത്തിൽ വാതിലടച്ചു. അപ്പോഴും താഴെ വീണ ഫോണിന്റെ മറുതൽക്കിൽ നിന്നും ലക്ഷ്മിയുടെ ശബ്ദം ഉയർന്നു വന്നു. പിന്നെ നിമിഷ നേരം കൊണ്ടത് കട്ടായി. സാവിത്രി താഴേക്കുള്ള പടിയിലിറങ്ങുമ്പോഴായിരുന്നു സുഗന്ധി മുകളിലേക്ക് കയറി വന്ന്. എന്തിയെടുത്തി? കെട്ടിലമ്മ എഴുന്നേറ്റില്ലേ? ഉച്ചയിൽ വെയിലടിച്ചിട്ട് എഴുന്നേൽക്കാറായില്ലല്ലേ? എങ്ങനെയാ വളർത്തുദോഷം? സുഗന്ധിയെ പറഞ്ഞു മുഴുമിക്കാനാവാതെ സാവിത്രി കൈകൾ ഉയർത്തി തടഞ്ഞു. മതി, നിർത്ത്. മോൾക്ക് തീരെ വയ്യ, അതുകൊണ്ട് അവൾ എഴുന്നേൽക്കാത്ത. നീ ഇനി അത് വളച്ചൊടിച്ച് കുറ്റം കണ്ടെത്തണ്ട. അത്രയും പറഞ്ഞവർ വേഗത്തിൽ പടിക്കെട്ടുകൾ ഇറങ്ങി. വാർത്ത കേട്ട ചന്ദ്രശേഖരൻ വായിച്ചുകൊണ്ടിരുന്ന പേപ്പർ മടക്കി വെച്ച് ഭാര്യ അരികിലേക്ക് വിളിച്ചിരുത്തി. എന്താടാ, മോൾക്ക് വയ്യേ? ആ ഏട്ടാ, അവൾക്ക് തീരെ വയ്യാന്ന് ഉറക്കാണെന്നും ഉണർന്ന് അവൻ വിളിച്ചുകൊണ്ടുവരാന്ന കാശിനോട് പറഞ്ഞു. ആര്? കാശിയോ? നമ്മുടെ മകനോ? അവൻ തന്നെയാണാ പറഞ്ഞ്. ഒരു പെണ്ണിട്ടിയപ്പോഴേക്കും അവൻ ഇത്ര മാറ്റോ? എല്ലാം ജാനകി മോളുടെ കഴിവാ. അത് കേട്ടുകൊണ്ട് പടികളിൽ നിന്ന് സുഗന്ധി പിറുവിറുത്തു. ഒരു ജാനകി വന്ന് 2 ദിവസം തേഞ്ഞില്ല, അതിനു മുന്നേ ആ നശുവിൽ എല്ലാവരെയും കയ്യിലെടുത്തു. നാശം! പറഞ്ഞുകൊണ്ട് അവർ പടികൾ കയറി. താഴെ അച്ഛനും അമ്മയും മകനെ ഓർത്ത് സന്തോഷിച്ചു. ഇനി എന്ത്? ഇത് മാത്രമായിരുന്നു കാശിയുടെ മനസ്സിലപ്പോൾ. ഇവൾ ഉണർന്നാൽ തന്നോടുള്ള പ്രതികരണം എന്താവും? താൻ ചെയ്ത വലിയ തെറ്റായിപ്പോയെന്ന് അവന് തോന്നി. മനസ്സ് നീറി പുകഞ്ഞു. കുറ്റബോധത്താൽ തല താഴ്ന്നു. തലമുടിയിൽ കൈകോർത്ത് വലിച്ചു കാശി. കണ്ണുകൾ കുറുകി ചുവന്നു വന്നു. പതിയെ മനസ്സിനെ തന്റെ കൈപ്പിടിൽ ഒതുക്കാൻ ശ്രമിച്ചവൻ കണ്ണുകൾ ഇറുക്കി അടച്ച് ശ്വാസം വലിച്ചു വിട്ടവൻ പതിയെ നിലത്ത് നിന്ന് എഴുന്നേറ്റ് ആ പെണ്ണിനരികിൽ അവൻ പോയിരുന്നു. തലയിൽ പതിയെ തലോടി. നെറ്റിയിലൊന്ന് മുത്താനായി തലചരിച്ചെങ്കിലും പെട്ടെന്ന് തല പിൻവലിച്ചു. മനസ്സ് പറയുന്നത് ശരീരം അനുസരിക്കുന്നില്ലെന്ന് അവന് തോന്നി. പതിയെ കവിളിൽ തട്ടി അവളെ വിളിച്ചു. ജാനകി, ജാനകി, ജാനു, മോളെ ജാനു. ആ വിളിയിൽ അവളൊന്ന് ഞരങ്ങി. കണ്ണ് ചിമ്മി തുറക്കാൻ ശ്രമിച്ചെങ്കിലും വേദന കൊണ്ട് അവളുടെ മുഖം ചുളിഞ്ഞു. ഒന്നും ഞരങ്ങുക പോലും ചെയ്യാതെ അവൾ അതേ കിടപ്പ് കിടന്നു. ജീവനുണ്ടെന്നറിയാൻ കണ്ണുനീർ മാത്രം കവിളിനെ ചുംബിച്ചിറങ്ങി. കാശിക്ക് വല്ലാത്തൊരു അലിവ് തോന്നി അവളോട്. താൻ ചെയ്ത തെറ്റിനെ പറ്റി ആലോചിച്ച് മനസ്സ് നീറി. വീണ്ടും തട്ടി വിളിച്ചപ്പോൾ കണ്ണു തുറന്നു. വല്ലാത്ത ഭയപ്പാടോടെ തന്നെ നോക്കുന്നവളെ കാശി എന്തു പറയണമെന്നറിയാതെ നോക്കി. കണ്ണു തുറന്ന മുന്നിൽ കാശിനാഥൻ ഞെട്ടിക്കൊണ്ട് അയാളെ നോക്കി. കുളിച്ചിട്ട് വാ. അത്രയും പറഞ്ഞ് കാശി ഒരു സിഗരറ്റ് എടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നു. സിഗരറ്റ് കത്തിച്ച് ആഞ്ഞു വലിച്ചവൻ പിന്നിലേക്ക് നോക്കിയതും കണ്ടു പുതപ്പ് കൂട്ടിപ്പിടിച്ച് വേച്ച് പോകുന്നവളെ. തണുത്ത വെള്ളം ശരീരത്തിലൂടെ അരിച്ചിറങ്ങിയപ്പോൾ ശരീരത്തിൽ പലയിടത്തായി നൊന്തു. ഒരുവിധം കുളിച്ച് വസ്ത്രം മാറിയതും ഒന്ന് ഉഷാറായ പോലെ തോന്നി. എങ്കിലും ശരീരത്തിൽ പലയിടത്തും നീറ്റലുണ്ടായി. അതിനേക്കാളേറെ ഇന്ന് മനസ്സ് നീറി പുകയുന്നുണ്ട്. മനസ്സിലായി അച്ഛനെ ഓർത്തു. അച്ഛൻ അറിയുന്നില്ലല്ലോ അച്ഛൻ്റെ മകൾ അനുഭവിച്ച ദുഃഖം. അച്ഛനിപ്പോൾ സന്തോഷിക്കുകയാവും മകൾ നല്ല നിലയിലായതിനെ ഓർത്ത്. ഒരു വിഷമം ഇനി ഞാൻ എൻ്റെ അച്ഛനെ അറിയിക്കില്ല. മോളിയുടെ സന്തോഷത്തിലാണ് നിന്നെ കൂട്ടിക്കുക. അന്നും ഒന്നും അറിയിച്ചില്ല, ഇന്നും അങ്ങനെ തന്നെ. ഉള്ളിൽ നിന്നൊരു ഗദ്ഗതം തള്ളി പുറത്തേക്ക് വരാൻ വെമ്പൽ കൊണ്ടു. അത് തൊണ്ടക്കുള്ളിൽ തന്നെ തങ്ങി നിന്നു. കണ്ണുനീർ ചാലിട്ടൊഴുകി കവിളിനെ ചുംബിച്ചിറങ്ങി. ഡ്രസ്സിംഗ് ടേബിളിന് മുമ്പിലായി കൈകളൂന്നി നിന്നു. കണ്ണുനീർ കാഴ്ചയെ മറക്കുമ്പോഴും അവ്യക്തമായി കണ്ടു സിന്ദൂരച്ചെപ്പ്. വാശിയോടെ കണ്ണുകൾ തുടച്ചു. സിന്ദൂരച്ചെപ്പെടുത്ത് കൈകളിൽ മുറുക്കി. ശേഷം ടോയ്ലറ്റിലേക്കിട്ട് ഫ്ലഷ് ചെയ്തു. മനസ്സൊരു 100,000 വട്ടം സന്തോഷിച്ചു. എന്തിനെന്നില്ലാതെ പതിയെ പുറത്തേക്കിറങ്ങി. ബെഡ്റൂമിലെ സോഫയിലായിരിക്കുന്ന കാശിയെ കണ്ടെങ്കിലും തിരിഞ്ഞു നോക്കാതെ നടന്നു. വാതിൽ തുറക്കാൻ പോയവളെ കാശി പിടിച്ചു നിർത്തി. അവന്റെ വലം കൈ അവളുടെ ഇടം കൈയിൽ അമർന്നതും വേദനയാൽ പിടഞ്ഞവൾ. അവളിൽ നിന്നൊരു നിലവിളി ശബ്ദം പുറത്തേക്ക് വന്നു. കാശി വേഗം കൈ പിൻവലിച്ചു. ഇപ്പൊ പുറത്തു വേണ്ട, പ്രത്യേകിച്ച് ഈ കോലത്തില്.
അമ്മയോ അച്ഛനോ കണ്ട. ബാക്കി പറയാനാവാതെ കാശി നിർത്തി. ശില പോലെ നിൽക്കുന്നവളെ പിടിച്ച് കട്ടിലിരുത്തി. ഞാൻ പോയി ഭക്ഷണം എടുത്തിട്ട് വരാം, ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങരുത്. പറഞ്ഞുകൊണ്ട് ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൾ മറ്റെങ്ങോ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ അവളെ നോക്കാതെ തിരിഞ്ഞടക്കാൻ തുടങ്ങിയവയാണ് ചോര പടർന്നു കിടക്കുന്ന കിടക്ക വിരിപ്പ് കണ്ടത്. ഉടനെ അതെല്ലാം മാറ്റി പുതിയത് വിരിച്ച് താഴേക്ക് പോയി ഭക്ഷണം എടുത്ത് മുറിയിലേക്ക് നടന്നു. അവന്റെ പോക്ക് കണ്ട് അച്ഛനും അമ്മയും കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കൊണ്ടുപോകുന്നവനെ നോക്കി സുഗന്ധി മുറുമുറുത്തു. പെങ്കോന്തൻ, ഒരു പെണ്ണ് വന്ന് കയറിപ്പോഴേക്കും അവൻ മാറി. പാടില്ല, അവനെ ആ പഴയ കാശിയാക്കി മാറ്റണം. നാളെ ഞാൻ വിചാരിക്കണമൊക്കെ നടക്കൂ. അത്രയും മനസ്സാൽ പറഞ്ഞ് അവർ തിരിഞ്ഞടന്നു. ടേബിളിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഗൗരിയെ നോക്കി. ഒറ്റ കണ്ണിറുക്കി കാണിച്ച് അവളും പുഞ്ചിരിച്ച അമ്മയെ നോക്കി. പതിയെ അവളെ വിളിച്ച് മുറിയിൽ കൊണ്ടുപോയി. എന്താ അമ്മേ, ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ? മിണ്ടാതിരിക്കും. വിവരമുണ്ടോ നിനക്ക്? ഏത് നേരം ഇങ്ങനെ തിന്നും കുടിച്ച് ആ ഫോണിൽ തോണ്ടിയിരുന്നോ? നമ്മളിവിടെ വന്നിരിക്കുന്നതിന് ഒരു കാര്യമുണ്ട്. ആ ഉദ്ദേശം നീ മറക്കണ്ട. ഏത് വിധേനയും കാശിയെ സ്വന്താക്കണം. അതിനി ആ ജാനകി ചത്തിട്ടായാലും. അമ്മ എന്താ ഈ പറയുന്നത്? അവളെ എങ്ങനെ ചാവാനാ? ചാവും ഇല്ലെങ്കിൽ കൊല്ലും. അതിനാ കാശിനാഥൻ തന്നെ ധാരാളം. അവനെ അവൻ്റെ ആ പഴയ അവസ്ഥയിലാക്കി തീർത്താൽ മതി, എല്ലാം ശരിയാവും. പിന്നെ അവൻ നിനക്ക് സ്വന്തം. എല്ലാം നമ്മുടെ കൈപ്പിടിയിൽ ഒടുങ്ങും. അതിനാദ്യം ഏട്ടനെ എടുത്തിയൊന്ന് ശരിയാക്കണം. ഞാൻ നിന്റെ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ. അങ്ങനെ ഒരു വഴി പറഞ്ഞു തരും. കാര്യങ്ങൾ വേഗത്തിലാക്കണം. വൈകിയ എല്ലാം കൈപ്പിടിയിൽ നിന്ന് പോവും. ഇപ്പോഴും എനിക്ക് സംശയമാണ്. കാൽപ്പിടിയിൽ നിന്ന് മണ്ണ് ഒലിച്ചു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാശി അകത്തേക്ക് കയറി വാതിൽ തുറന്നു. കാശി ജാനുവിനെ നോക്കി. താൻ വന്നോന്ന് ഇവൾ അറിഞ്ഞിട്ടേയില്ല. ഏതോ ലോകത്തെന്ന പോലെ വിദൂരതയിലേക്ക് കണ്ണു നട്ടിരിക്കുന്നവളെ കാശി അലിവോടെ നോക്കി. ശേഷം ഭക്ഷണം അടങ്ങിയ പ്ലേറ്റ് അവളുടെ മുമ്പിൽ വെച്ചു കൊടുത്തു കാശി. പ്ലേറ്റിലേക്കൊന്നും നോക്ക പോലും ചെയ്തില്ല ജാനു. വിദൂരതയിൽ നിന്ന് അവൾ ഉണരാൻ തയ്യാറായില്ല. ജാനു, ഈ ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തെ ഒന്ന് നോക്കുപോലും ചെയ്യാത്തവളെ കാണെ കാശിക്ക് ദേഷ്യം ഒന്ന് തുടങ്ങിയിരുന്നു. എങ്കിലും ക്ഷമ പാലിച്ച് താഴ്ന്ന സ്വരത്തിൽ അവനവളെ വിളിച്ചു. കുഞ്ഞായപ്പോൾ കാശി ഭക്ഷണം കഴിക്കാതെ വാശി പിടിച്ചപ്പോൾ അമ്മ പറഞ്ഞ വാക്കുകളായിരുന്നു ആ നിമിഷം അവന്റെ മനസ്സിലേക്ക് കടന്നു വന്ന്. കാശുട്ടാ, അന്നം ദൈവ. അതൊരു വറ്റുപോലും കളയാനോ കഴിക്കാതിരിക്കാനോ പാടില്ല. എത്രയോ പേര് അന്നം കിട്ടാതെ വലയുന്നുണ്ടാവും. അതുകൊണ്ട് അമ്മയുടെ പൊന്നുമോൻ ഭക്ഷണം കളയരുത് കേട്ടോ. അനുസരണയുള്ള കുട്ടിയെപ്പോലെ അവൻ തലയാട്ടി. ആ നിമിഷം മനസ്സിൽ വല്ലാതെ മിഴിവോടെ തെളിഞ്ഞു വന്നു. അമ്മയെ ഓർക്കവേ കണ്ണുകൾ ഈറനണിഞ്ഞു. പഴയ കാര്യങ്ങൾ ഓർമ്മയിൽ വരാൻ തുടങ്ങിയതും മനഃപൂർവ്വം എല്ലാം വായിച്ചു കാശി. ഭക്ഷണം കയ്യിലെടുത്ത് അവളുടെ വായ്ക്കരിയിലേക്ക് നീട്ടിവെച്ചു. വാ തുറക്കാത്തവളെ തട്ടി വിളിച്ച് വായിൽ വെച്ച് കൊടുത്തു. ചവക്കാതെ വായിൽ വെച്ചിരിക്കുന്ന കണ്ടതും കണ്ണുരുട്ടിക്കാട്ടി. അന്നം പാഴാക്കരുതെന്ന ഓർമ്മയിൽ ജാനകി കാശി കുമ്പിൽ വായ തുറന്നു കൊടുത്തു. എല്ലാം കഴിച്ചു കഴിഞ്ഞതും കാശി താഴേക്ക് പോയി. തിരിച്ചു വന്ന് അവളോട് സംസാരിക്കണമെന്ന തീരുമാനത്തോടെ താഴേക്ക് ചെന്ന കാശിയോട് അമ്മ ജാനുവിനെ പറ്റി ചോദിച്ചു. മയക്കമാണെന്നും പിന്നീട് കാണാമെന്നും പറഞ്ഞവൻ അവരെ പിന്തിരിപ്പിച്ചു. റൂമിൽ ചെന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് തുറന്ന് മുറിവിൽ പുരട്ടാനുള്ള മരുന്നെടുത്ത് ജാനകിക്ക് അരികിൽ വെച്ച് കൊടുത്തു. ജാനകി, ഈ മരുന്ന് പുരട്ട്, എന്നിട്ട് വിശ്രമിച്ചോ. അത്രയും പറഞ്ഞവൻ നടന്നു നീങ്ങി. ഒന്ന് നിൽക്കണം മിസ്റ്റർ കാശിനാഥൻ. സാധാരണമാണോ അതോ ഇത്രയൊക്കെ ചെയ്യുന്നതിന്റെ പ്രത്യുപകാരോ? അതോ ഇനിയും വേട്ടയാടി തീരാത്ത മൃഗത്തോടുള്ള കരുണയോ? അറിയാതെ കാശിയുടെ കൈ പൊങ്ങിപ്പോയി. പിന്നെ എന്തോർത്ത പോലെ താഴ്ത്തി. അയ്യോ, എന്തു പറ്റി? എന്തേ ഉയർത്തിയ കൈ താഴ്ത്തിയത്? ഇനിയും തല്ലാൻ കാശിനാഥന്. അത് താങ്ങാനുള്ള ശക്തി ഇവൾക്കുണ്ട്. ദേ തല്ലണില്ലേ? ഇന്നലെ താൻ ചെയ്തു കൂട്ടിയ വീരശൂര പരാക്രമങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ചെറുത്. പക്ഷേ താൻ ഒന്നോർത്തോ, ഇനിയും തന്റെ കൈ പൊങ്ങിയ എല്ലാം സഹിച്ചു നിൽക്കുന്ന സർവസഹായ ഭൂമിദേവിയുടെ മകളായ സീതാദേവിയല്ല ഞാൻ ജാനകിയ. ഇനി എന്തെങ്കിലും താൻ എന്നെ ചെയ്താ, എന്റെ ശരീരത്തിൽ തൊട്ടാ അന്ന് തീരും മനക്കിലെ കാശിനാഥന്റെ കളി. ഇത് പറയുന്നതേ കാവുംപാട്ട് ജാനകിയ, ജാനകി ഭാസ്കരൻ. ഓർത്തു വെച്ചോ, തന്നെ ഞാൻ വെറുതെ വിടില്ല. താൻ ഈ സീമന്തരെ കണ്ടോ? ഇതിനി ഒരിക്കലും കാശിനാഥന് വേണ്ടി കുങ്കുമച്ചുവപ്പ് പടരില്ല. തന്റെ ദീർഘായുസിനു വേണ്ടി ഞാൻ ഒന്നും ചെയ്യില്ല. എനിക്ക് ഈ താരി പോലും വെറുമൊരു മഞ്ഞ ലോഹം മാത്രമാ. അത്രയ്ക്ക് തന്നെ വെറുത്തുപോയി ഞാൻ. താൻ ചത്താ പോലും ഞാൻ കരയില്ല. ജാനകി നിന്ന് കിതച്ചു. ജാനകിയുടെ വാക്കുകൾ കൊണ്ടുള്ള കൂരമ്പ് കാശിയുടെ നെഞ്ചിൽ തറച്ചു നിന്നു. ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു അവൻ. അവനെ ഒന്ന് പുച്ഛിച്ച് നോക്കിയ ശേഷം അവൾ തിരികെ നടന്നു. കാശുട്ട, നാളെ നിങ്ങൾ രണ്ടാളും കൂടി മോളുടെ വീട്ടിൽ പോകണം. അവിടുന്ന് മോളുടെ അച്ഛൻ വിളിച്ചിരുന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായില്ലേ, ഒന്ന് പോയിട്ട് വാ. കൂടെ കുടുംബക്ഷേത്രത്തിലും കയറിയേക്കണേ പറഞ്ഞുകൊണ്ട് അവർ അരുമയായി കാശിയുടെ തലയിൽ തലോടി. എല്ലാവരും ഒരുമിച്ചിരുന്ന് രാത്രിയിൽ അത്താഴം കഴിക്കുകയായിരുന്നു. കാശി ജാനുവിനെ നോക്കി. അവിടെ സ്ഥായി ഭാവം ഇതൊന്നും തന്നെ ബാധിക്കുന്നല്ലെന്ന പോലെ. അല്ലെങ്കിൽ ഈടായിട്ട് അവൾ തന്നെ തിരിഞ്ഞു പോലും നോക്കാറില്ല. ഈ ഒരാഴ്ച കൊണ്ട് ഇവളിവിടെ നല്ല മരുമകളായി. എന്നിട്ടും എന്നെ ഒന്നും ഗൗനിക്കാറില്ല. ആർക്കോ വേണ്ടി എന്ന പോലെ തന്റെ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ട്. ഈ അവഗണനയും താൻ അർഹിക്കുന്നതാണ്. പക്ഷേ തനികളോട് സ്നേഹമില്ല. പിന്നെ സാധാരണമാണോ? അറിയില്ല, ഒന്നും അറിയില്ല.
ഉത്തരം കിട്ടാത്ത സമസ്യയാണത്. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം കാശി സമ്മതമെന്നോണം തലയാട്ടി. പോവാമേ, ഞങ്ങൾ രണ്ടുപേരും പോവാം. 2 ദിവസം എന്നിട്ട് തിരികെ വരാം പറഞ്ഞുകൊണ്ട് അവൻ കഴിപ്പ് നിർത്തി എഴുന്നേറ്റു. കാശിയുടെ വാക്കിൽ സംതൃപ്തി അടഞ്ഞ പോലെ അമ്മയും അച്ഛനും പുഞ്ചിരിച്ചു. എന്നാൽ സുഗന്ധി അത് ഇഷ്ടപ്പെടാത്ത പോലെ മുഖം തിരിച്ചു. ഗൗരി ഫോണിൽ തോണ്ടി തുഴഞ്ഞുകൊണ്ട് ഭക്ഷണം കൊത്തിപ്പെറുക്കി കഴിച്ചു. ജാനകിയെല്ലാം കേട്ടിട്ടും ഒന്നും മിണ്ടിയില്ല. എങ്കിലും തന്റെ വീട്ടിലേക്ക് പോകുന്നതിൽ അവൾക്ക് അതിയായ സന്തോഷമുണ്ടായിരുന്നു. പുറമേ അത് പ്രകടിപ്പിച്ചില്ലെന്ന് മാത്രം. അമ്മ അവിടെ അരികിൽ ചെന്ന് അവളുടെ കവിളിൽ തലോടി അത്രയേറെ സ്നേഹത്തോടെ. ശേഷം എല്ലാവരും എഴുന്നേറ്റു. രാവിലെ ഇരുവരും തയ്യാറായി പുറത്തേക്ക് ഇറങ്ങി വന്ന ഇരുവരെ അമ്മ പിടിച്ചു നിർത്തി. എൻ്റെ കുട്ടികൾക്ക് ആരുടെയും കണ്ണ് തട്ടാണ്ടിരിക്കട്ടെ. ഇരുവരെയും ചേർത്ത് അമ്മ അനുഗ്രഹിച്ചു. അല്ല, ഇതെന്താ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയോട് നെറുകയിൽ സിന്ദൂരം ചാർത്തണമെന്ന് അറിയില്ലേ കുട്ടിയെ? അല്ലാതെ ഇങ്ങനെ ഒഴിച്ചിടിയാണോ വേണ്ടത്? ഭർത്താവിന്റെ ദീർഘായുസിന് വേണ്ടി ഏതൊരു വിവാഹം കഴിഞ്ഞ പെണ്ണും ചെയ്യുന്നതാ. എന്താ കുട്ടിയെ, വീട്ടിൽ നിന്ന് ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ലേ? കളിയാക്കിക്കൊണ്ട് സുഗന്ധിയായി ചോദിച്ചു. ജാനു അവർക്കതിനുള്ള മറുപടി അപ്പോൾ തന്നെ നൽകി. ഏയ് മറന്നല്ല അപ്പച്ചി, കാശിയുടെ എനിക്ക് എന്നും സിന്ദൂരം ചാർത്തി തരാറേ. ഇന്ന് കാശിയുടെ വേഗം താഴേക്ക് പോകുന്നില്ലേ, അതുകൊണ്ടാ. നാണമുഖത്ത് വരുത്തി ജാനു പറഞ്ഞു. ഒരു വഴക്ക് ജാനുവിന് കേൾക്കുമെന്ന് വിചാരിച്ചു പറഞ്ഞ സുഗന്ധി ജാനകിയുടെ മറുപടി കേട്ട് മിണ്ടാതായി. കാശൂട്ട, ക്ഷേത്രത്തിൽ നിന്ന് സിന്ദൂരെടുത്ത് മോൾക്ക് ചാർത്തി കൊടുക്കണം കേട്ടോ. ശിവപാർവതി ക്ഷേത്ര ദീർഘസുമംഗലിയായിട്ടിരിക്കും. ഇരുവരും കാറെടുത്ത് യാത്രയായി. ക്ഷേത്രത്തിലെത്തിയതും കാശി കാറ് സൈഡാക്കി നിർത്തി. ഇരുവരും ഇറങ്ങി ക്ഷേത്രത്തിൽ വലം വെച്ച് തൊഴുതു. വിഗ്രഹത്തിന് മുമ്പിൽ വെച്ച് തൊഴുമ്പോഴായിരുന്നു ജാനകിക്ക് തന്നെ നെറുകിലെന്തോ തണുപ്പ് അനുഭവപ്പെട്ട പോലെ തോന്നി. കണ്ണു തുറന്നപ്പോൾ മുന്നിൽ കാശി തന്റെ സീമന്തരേഖയിൽ സിന്ദൂരം ചാർത്തുന്നു. അറിയാതെ 2 തുള്ളി കണ്ണുനീർ അടർന്നു വീണു. കാശി കാണാതെ അവളത് മറച്ചു വെച്ചു. കണ്ണുകളൊന്ന് ഇറുകെ പൂട്ടി തുറന്നവൾ. പ്രതികരിക്കണമെന്ന് തോന്നിയെങ്കിലും അമ്പലമായതിനാൽ ഒന്നും മിണ്ടാതെ നിന്നു. ഒരിക്കലും തന്റെ കണ്ണിൽ നിന്നൊരിറ്റു കണ്ണുനീർ പോലും കാശിനാഥന്റെ എന്നല്ല ആരുടെയും മുന്നിൽ വീഴില്ല. ദീർഘസുമംഗലി ഭവ പറഞ്ഞുകൊണ്ട് നമ്പൂതിരി ജാനകി അനുഗ്രഹിച്ചു. പ്രസാദം വാങ്ങിയിരുവരും ക്ഷേത്രത്തിൽ നിന്നിറങ്ങി. നിമിഷ നേരം കൊണ്ട് കാശിയുടെ കാറ് കാവുമ്പാട്ട് എന്ന വീട്ടുമുറ്റത്തേക്ക് കയറി. കാശി ഒന്ന് ഗവനിക്ക പോലും ചെയ്യാതെ ജാനകി അകത്തേക്ക് കയറി. കാറ് വന്നിരുന്ന ശബ്ദം കേട്ട് ജാനകിയുടെ അനിയത്തി കല്യാണി എന്ന കല്ലു ഓടിയിറങ്ങി വന്നു. ചേച്ചി, കല്ലു. ഇരുവരുടെയും സ്നേഹപ്രകടനം കണ്ടുകൊണ്ട് കാശി കാറിൽ നിന്നിറങ്ങി. പുറകിലെ സീറ്റിൽ നിന്നും കവറുകൾ ഓരോന്നായി എടുത്തു. കാശിയെ കണ്ടതും ജാനുവിനെ വിട്ട് കല്ലു കാശിയുടെ അരിയിലേക്ക് നീങ്ങി. കാശി കവറിൽ നിന്നൊരു വലിയ ഡയറി മിൽക്കിന്റെ പാക്കറ്റ് കല്ലുവിന് നേരെ നീട്ടി. അതീവ സന്തോഷത്തോടെ അവളത് വാങ്ങി. ശേഷം കാശിയുടെ കവളിലൊന്ന് മുത്തി. കാശി ചിരിച്ചുകൊണ്ട് അവളെ ചേർത്തു പിടിച്ചു. ജാനകി ഇത് ഇഷ്ടപ്പെടാത്ത പോലെ മുന്നോട്ട് നടന്നു. എങ്കിലും കാശി വീട്ടിലേക്ക് വേണ്ടി താൻ അറിയാതെ കവറുകൾ വാങ്ങിയതിൽ അവൾ അതിശയിച്ചു. നിന്റെ ചേച്ചിക്കേ കുശുമ്പ പറഞ്ഞുകൊണ്ട് അവർ ഇരുവരും നടന്നു. മുന്നിൽ വീൽ ചെയറിലിരിക്കുന്ന അച്ഛനെ കണ്ട് ജാനു അദ്ദേഹത്തിനടുത്തേക്ക് ഓടി ചെന്ന മാറിൽ തലചായ്ച്ചു. ഉള്ളിലുള്ള സങ്കടങ്ങൾ പുറത്തേക്ക് വരുമെന്നായതും മെല്ലെ എഴുന്നേറ്റ് പുഞ്ചിരിയുടെ മുഖം മൂടിയെടുത്തണിഞ്ഞ് അവൾ അകത്തേക്ക് കയറി. കാശി അത്ഭുതത്തോടെ അവളെ നോക്കി നിന്നു. ശേഷം അച്ഛനരികിൽ ചെന്ന് സ്നേഹത്തോടെ അയാളെ പുണർന്നു. അപ്പോഴേക്കും കല്ല് ചോക്ലേറ്റ് കഴിക്കാൻ തുടങ്ങി. അമ്മ വന്നതും കാശി കവറുകളെല്ലാം അവരെ ഏൽപ്പിച്ചു. എന്തിനാ മോനെ ഇത്രയൊക്കെ, ഇതൊന്നും വേണ്ടായിരുന്നു. സ്നേഹത്തോടെ അവരെതിർക്കുമ്പോൾ എല്ലാം ഒരു പുഞ്ചിരിയിൽ ഒതുക്കി കാശി. ചായ കുടിച്ച ശേഷം കാശി മുറിയിലേക്ക് ചെന്നപ്പോൾ ജാനു കിടക്കവിരി നന്നാക്കിയിടുകയായിരുന്നു. കാശി വേഗം ബെഡിലേക്ക് കയറി മറന്നു കിടന്നു. ജാനു മുറുമുറുത്ത് റൂമിൽ നിന്നിറങ്ങി. ഒരു ചെറുചിരിയാലെ കാശി അത് നോക്കി കിടന്നു. രാത്രി എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം ഉമ്മറത്തിരിക്കുകയായിരുന്നു. ജാനുവും കല്ലു അമ്മയുടെ മടിയിൽ ചാഞ്ഞിരുന്നു. കാശി അച്ഛനരിയിൽ. കുറച്ചു നേരം എല്ലാവരും ആ ഇരുട്ടിലേക്കും ആകാശത്തെ നക്ഷത്രത്തിലേക്കും നോക്കിയിരുന്നു. വന്നേ, നേരെ എത്രയായിന്ന കിടക്കണ്ടേ? വാ വന്നേ. കല്ലു പോയി കിടക്ക്. ജാനു കാശിയെ കൂട്ടി കിടക്കാൻ പോയിക്കോ പറഞ്ഞുകൊണ്ട് അവർ അടുക്കളയിലേക്ക് നീങ്ങി. ജാനു മുകളിലെ മുറിയിലേക്കും കല്ലു അവളുടെ മുറിയിലേക്കും തിരിച്ചു. കാശി എഴുന്നേറ്റപ്പോഴേക്കും അച്ഛന്റെ പിടി അവന്റെ കൈകളിൽ പിടുത്തമിട്ടു. കാശി തലതിരിച്ച് അയാളെ നോക്കി. നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം, മോവാ പറഞ്ഞുകൊണ്ട് അയാൾ വീൽ ചെയർ ഉരുട്ടി മുറിക്കകത്തേക്ക് നടന്നു. കാശി മുറിയിലേക്ക് എത്തിയതും അയാൾ വാതിലടക്കാൻ പറഞ്ഞു. ആ വാതിലടച്ചേക്ക് മോനെ. ഞാൻ പറയാൻ പോകുന്ന കാര്യം മോൻ ശ്രദ്ധിച്ച് കേൾക്കണം. മോനിന്റെ മോളെ മനസ്സിലാക്കാൻ കഴിഞ്ഞോന്ന് എനിക്കറിയില്ല. ഉള്ളിലൊരു വലിയ സങ്കടക്കടലിൽ വെച്ചിട്ടാ എൻ്റെ മോളെല്ലാവരോടും ചിരിച്ചു കളിച്ച് നടക്കുന്നേ. എനിക്കറിയാം ഒരുപാട് വിഷമമുണ്ടെന്ന്. പക്ഷേ ആരെയും മോൾ അറിയിക്കില്ല, അന്നും ഇന്നും. എൻ്റെ കുട്ടി മോൻ്റെ അടുത്ത് സന്തോഷത്തിലാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ പറഞ്ഞുകൊണ്ട് അയാൾ കാശിയുടെ കൈകളിൽ കൂട്ടിപ്പിടിച്ചു. അച്ഛന് വിശ്വസിക്കാം. കാശിയുടെ കൈകളിൽ ജാനകി സുരക്ഷിതയാ. അവൾക്കൊരു വിഷമവും ഈ കാശികാരനും ഉണ്ടാവില്ല. അവളുടെ കണ്ണു നിറയാൻ കാശി അനുവദിക്കില്ല. കാശി അയാൾക്കരികിൽ മുട്ടൂത്തിയിരുന്നു.
ഈ വൃദ്ധനൊരാഗ്രഹമുണ്ട്, മോനത് സാധിച്ചു തരണം. എൻ്റെ മോള് പഠിക്കാൻ പഠിക്കുക, ഡിഗ്രി കഴിഞ്ഞിട്ട് അവൾക്ക് IAS എടുക്കണം എന്നാഗ്രഹം. എൻ്റെ പൊട്ട ബുദ്ധി കാരണം ബിസിനസ്സൊക്കെ തകർന്നി. അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു വിഷമം അറിയിക്കാതെയാ എൻ്റെ മോൾ ഈ കുടുംബം പോറ്റിയത്. മുമ്പൊരിക്കൽ അവൾ ഡിഗ്രിക്ക് പഠിച്ചു തുടങ്ങിയ സമയത്ത് രാത്രി എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സും ഞാനും കൂടി ഒന്ന് കൂടി. ഞാൻ കുറച്ച് ഓവറായി. അന്ന് ആ കാമവെറി പൂണ്ട കാട്ടാളന്മാര് എൻ്റെ ഭാര്യനെയും മക്കളെയാണ് പിടിക്കാൻ നോക്കിയത്. അന്നും എൻ്റെ മോള എല്ലാം തരണം ചെയ്തു. അന്ന് തൊട്ടാ അവൾ എന്നോടൊന്നും മിണ്ടാതായത്. അവൾ എൻ്റെ പുലിക്കുട്ടിയാ. എല്ലാത്തിനും കാരണം ഞാനൊരൊറ്റയാളാ. അതിൽ ഞാനിന്നേറെ പശ്ചാത്തപിക്കുന്നുണ്ട്. ഈ കാല് കണ്ടോ, ഇതുപോലും അതിൻ്റെ ബാക്കിയാ. ദൈവം എനിക്ക് തന്ന ശിക്ഷ. മോനാഗ്രഹം നടത്തി തരണം. മരിക്കുന്നതിന് മുന്നേ അവളെനിക്ക് കാണണം. ഈ വൃദ്ധൻ്റെ അവസാനത്തെ ആഗ്രഹം. ഈ ആഗ്രഹം എന്തുവില കൊടുത്തും കാശി നടത്തി തരും. അച്ഛൻ കാത്തിരുന്നു നമ്മുടെ കളക്ടർക്ക് വേണ്ടി. പറഞ്ഞുകൊണ്ട് കാശി മുറിയിലേക്ക് നടന്നു. ആ വൃദ്ധൻ ആ മുറിയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. രാവിലെ വനജ അടുക്കളയിൽ പണിത്തിരക്കിലായിരുന്നു. ജാനു ഒന്ന് അവരുടെ കൂടെ കൂടി. കാശി എഴുന്നേറ്റ് വരുന്ന കണ്ടതും വനജ ചായ ജാനുവിന്റെ കയ്യിൽ കൊടുത്ത് വിട്ടു. ഭക്ഷണം കഴിച്ച് കാശി പുറത്തേക്ക് പോയി. ജാനുവിനോട് പറഞ്ഞില്ല. മുറിയിലിരിക്കുന്ന ജാനുവിന്റെ അരികിലേക്ക് വനജ വന്നു. കാശി എവിടെ പോയതാ ജാനു? ആ എന്നോട് പറഞ്ഞില്ല കാശി എവിടെയാ പോകുന്നെന്ന്. കാശിയോ? കാശിയേട്ടാന്ന് വിളിക്കടി. ജാനുവിന്റെ തലക്കൊന്ന് കിഴുകിക്കൊണ്ട് വനജ പറഞ്ഞു. ഓ. ജാനു കെറിവിച്ചുകൊണ്ട് മാറിയിരുന്നു. ജാനു, അമ്മ ഒരു കാര്യം ചോദിക്കട്ടെ. നീയും കാശിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ ഇപ്പോഴും നിങ്ങൾ തമ്മിൽ? പറഞ്ഞുകൊണ്ട് അവർ നിർത്തി. ഒരു പ്രശ്നമില്ല, ഞങ്ങൾ തമ്മിൽ ഭാര്യാഭർത്തൃ ബന്ധമൊക്കെ തുടങ്ങിയതാ. ആ ദിവസം ഓർത്തുകൊണ്ടിരിക്കെ കണ്ണിൽ തീ പാറി. കാശിയോടുള്ള രോഷം മൂലം കൈകൾ ഞെരിച്ചു പിടിച്ചവൾ, മുഷ്ടി ചുരുട്ടി നിയന്ത്രിച്ചവൾ. വനജ അവളുടെ തലയിൽ അരുമയായി തലോടി. നേരം ഉച്ചയോട് അടുക്കുമ്പോഴായിരുന്നു കാശി എത്തിയത്. ജാനു മുറിയിലായിരുന്നു. കാശി അച്ഛനെ കണ്ട് കാര്യം പറഞ്ഞ് മുറിയിലേക്ക് ചെന്നു. ജാനു അവിടെ ഏതോ മാസിക വായിച്ചിരിക്കുകയായിരുന്നു. ഇതാ. കാശി ഒരു പേപ്പർ അവൾക്ക് നേരെ നീട്ടി. അത് വായിച്ച നിമിഷം ജാനു പകപ്പോടെ കാശിയെ നോക്കി. ആ മുഖത്ത് സ്ഥായി ഭാവം. കാശിനാഥിൽ നിന്നും ജാനകിക്ക് മോചനം. ഫീനിക്സ് പക്ഷിയെ പോലെ പറക്കാം. ഇനി കാവുംപാട്ട ജാനകിക്ക് ആഘോഷിക്കുക. സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ. ഇനി കാശിനാഥൻ ജാനകിയുടെ ജീവിതത്തിൽ വിലങ്ങുതടിയാവില്ല. അവൾ കാശിയുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. തുടരും.